ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന എ.ടി. ഷറഫുദ്ദീൻ സാഹിബ്, സോളിഡാരിറ്റിയുടെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാരെ, ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ രാജ്യം വലിയ ഒരു ദുരന്തത്തിന് സാക്ഷിയായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ ബോയിങ് 787 ഡ്രീം ലൈനർ ഫ്ലൈറ്റ് തകർന്നു വീഴുകയും ഒരാളൊഴികെ മുഴുവൻ ആളുകളും കൊല്ലപ്പെടുകയും ചെയ്ത വളരെ ദാരുണമായ ഒരു സംഭവം ഇന്നലെ നടക്കുകയുണ്ടായി. അതിൽ കൊല്ലപ്പെട്ടവരോട്, പരിക്ക് പറ്റിയവരോട് എല്ലാം ഈ സമ്മേളനം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. വംശീയതക്കെതിരായ ഈ പൊതുസമ്മേളനത്തിൽ പരാമർശിക്കപ്പെടേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണ് ഇസ്രയേൽ ഇറാനെ വീണ്ടും ആക്രമിച്ച ഒരു സന്ദർഭം കൂടിയാണിത്. ലോകത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, അത് നിലനിൽക്കാൻ ഒരർഹതയുമില്ല എന്ന് ദിനേന എന്നോണം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമ്മളുടെ മുന്നിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത്രത്തോളം മനുഷ്യരാശിക്ക് അപകടകരമായ, ഈ ലോകത്ത് നിലനിൽക്കാൻ ഒരർഹതയുമില്ലാത്ത അങ്ങനെ ഒരു രാജ്യം തുടച്ചു നീക്കപ്പെട്ടാൽ അതിനേറ്റവും അർഹതപ്പെട്ടവർ തന്നെയാണ് അവർ എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സന്ദർഭം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. വലാ യഹ്സബന്നല്ലദീന കഫറു അന്നമാ നുംലി ലഹും ഖൈറുൽ ലി അൻഫുസിഹിം. ഇത്തരത്തിൽ അക്രമം ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കിങ്ങനെ അവധി നീട്ടിക്കൊടുക്കുന്നത് കണ്ടുകൊണ്ട് അവർ വിചാരിക്കേണ്ടതില്ല അതവർക്ക് ഗുണകരമാകും എന്നുള്ളത്. ഞങ്ങൾ ഇത്രയും അക്രമങ്ങൾ കാണിച്ച്, അതിക്രമങ്ങൾ ചെയ്ത് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയിട്ടും ഞങ്ങൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ എന്നത് അവരുടെ എന്തോ മേന്മയാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മ. അള്ളാഹു പറയുന്നുണ്ട്, അവരവരുടെ തെറ്റുകളിലും അതിക്രമങ്ങളിലും പാപങ്ങളിലുമൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകും എന്നത് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലഹും അദാബു മുഹീൻ. അവരെ കാത്തിരിക്കുന്നത് ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാണ് എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ ഒരു തുടച്ചു നീക്കലിന്, അങ്ങനെ ഈ ഭൂമുലോകത്ത് ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരു ദിനം വരാനിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ദിനം വരുമ്പോൾ അവരതിന് ഏറ്റവും അർഹതപ്പെട്ടവരാണ് എന്നതാണ് ഇപ്പോൾ അവരുടെ ചെയ്തികളെല്ലാം നമുക്ക് മുന്നിൽ വിവരിച്ചു തരുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി അതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. സോളിഡാരിറ്റി മൂവ്മെൻറ്റിൻ്റെ ക്യാമ്പയിനോടനുബന്ധിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പൊതുസമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സോളിഡാരിറ്റിയെ ഈ സമൂഹത്തിന് മുന്നിൽ, ഈ നാട്ടുകാർക്ക് മുമ്പിൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആമുഖങ്ങളില്ലാതെ, മുഖവരകളില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു യുവജന പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി മൂവ്മെൻറ്റ്. ഈ കേരളത്തിൻ്റെ യുവജന പ്രസ്ഥാനങ്ങളുടെ സംസ്കാരത്തെയും അതിൻ്റെ സ്റ്റൈലിനെയുമൊക്കെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള, സോളിഡാരിറ്റി മൂവ്മെൻറ്റ് ഇടപെട്ടിട്ടുള്ള വൈവിധ്യങ്ങളാർന്ന മേഖലകൾ, അത് ഏതൊരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളവും, ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഏതൊരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠപുസ്തകം എന്ന നിലക്ക് സോളിഡാരിറ്റി മൂവ്മെൻറ്റിൻ്റെ ഇടപെടലുകൾ നമ്മളുടെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സേവനത്തിൻ്റെയും മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ഇടപെടലുകളുടെയും ചരിത്രത്തിൽ
മാതൃകാപരമായ മുന്നോട്ടുപോക്കുകൾ കാഴ്ചവെച്ച സോളിഡാരിറ്റി മൂവ്മെന്റ് അതിൻ്റെ ചരിത്രത്തിൻ്റെ മുന്നോട്ടുപോക്കിൽ വർത്തമാനകാലം ഏറ്റെടുക്കേണ്ട സവിശേഷമായ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ അത് ഈ സമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ചുകൊണ്ട് കാലഘട്ടത്തിൽ അതിൻ്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ രാജ്യവും ലോകവുമൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വംശീയത യഥാർത്ഥത്തിൽ എല്ലാ കാലഘട്ടത്തിലും മാനവരാശി അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും കൊടിയ തിന്മ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റേതായ അനന്തരഫലങ്ങളാണ് ഈ രാജ്യത്തിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായ വംശീയതയെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സോളിഡാരിറ്റി മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. സോളിഡാരിറ്റി മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോളിഡാരിറ്റിയെ കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ ഇവിടുത്തെ ചെറുപ്പത്തെ നോക്കിയാൽ മതി. ഇവിടുത്തെ ചെറുപ്പം നമ്മളുടെ മുന്നിലുണ്ടല്ലോ. ആ ചെറുപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴികള്, അവരുടെ ആസ്വാദനത്തിന്റെ രീതികള്, അവരുടേതായ സംസ്കാരങ്ങള് ഒക്കെ നമ്മളുടെ കൺമുന്നിൽ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരിൽ നിങ്ങൾ സോളിഡാരിറ്റിക്കാരെ കാണാൻ കഴിയും. ആ സോളിഡാരിറ്റിക്കാരെങ്ങനെയാണ് ഒരു ചെറുപ്പത്തെ വഴി നടത്തുന്നത് എന്നതും അതുപോലെ തന്നെ ഒരു ചെറുപ്പത്തെ മാതൃകായോഗ്യമായ ഒരു ചെറുപ്പത്തെ അടയാളപ്പെടുത്തുന്നത് എന്നും കാണാൻ കഴിയും. ദൈവബോധമുള്ള, സാമൂഹിക ബോധമുള്ള, ധാർമ്മികതയുള്ള ഒരു സംഘം ചെറുപ്പക്കാരാണ് സോളിഡാരിറ്റി ഈ സമൂഹത്തിന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഈ സമൂഹത്തിന്റെ വെളിച്ചമായി നിൽക്കുന്നുണ്ട്. അവർ ഈ സമൂഹത്തിന്റെ വഴികാട്ടികളായി മുന്നിൽ നടക്കുന്നുണ്ട്. അവരെ നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ പലയിടങ്ങളിൽ കാണാൻ കഴിയും. ഇവിടുത്തെ ആസ്വാദനങ്ങളുടേതായ ഒരുപാട് ഇടങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുമ്പോൾ, സാമൂഹികപരമായ ഒരുപാട് തിന്മകള് നമ്മളുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ വക്താക്കളായിട്ട് ഇവിടുത്തെ പലരും എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ അതിനോട് അരുതെന്ന് പറയുക മാത്രമല്ല, അത്തരമൊരു സംസ്കാരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് മറ്റൊരു മനോഹരമായ സംസ്കാരത്തെ ഈ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് മാതൃകാപരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറുൽ-അർഖം പോലെയുള്ള സംവിധാനങ്ങൾ സോളിഡാരിറ്റി മൂവ്മെന്റ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ധാരാളം യുവാക്കളുണ്ട്. ആ യുവാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദീനിനെ കുറിച്ച് പഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ്, നീതിബോധമുള്ളവരാണ്. ദൈവബോധവും സാമൂഹിക ബോധവുമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സോളിഡാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഇടപെടലുകൾ നമുക്ക് നമ്മളുടെ കൺമുന്നിൽ കണ്ടു കാണാൻ കഴിയും. സോളിഡാരിറ്റിയെ കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ ഇവിടുത്തെ തെരുവിലേക്ക് നോക്കിയാൽ മതി. ആ തെരുവിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വംശീയതക്കെതിരെയും അനീതിക്കെതിരെയും മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരെയുമുള്ള നിലക്കാത്ത ശബ്ദങ്ങൾ സോളിഡാരിറ്റി മൂവ്മെന്റിലൂടെ നിങ്ങൾ ഈ സമൂഹം കേട്ടിട്ടുണ്ടാകും. നമ്മളുടെ ചുറ്റിലും ഇങ്ങനെ അവകാശ ദംശനങ്ങളുടേതായ, അനീതികളുടേതായ, അക്രമങ്ങളുടേതായ പരമ്പരകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു കാലമൊക്കെ അതിനോട് പ്രതികരിക്കുന്ന ആളുകള് കുറച്ചു കാലമൊക്കെ പ്രതികരിക്കും. പിന്നീടത് സ്ഥിരമായിട്ട് പല രീതിയിൽ നമ്മളിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അതിനെക്കുറിച്ച് മൗനം അവലംബിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മിണ്ടാതിരിക്കേണ്ട ഒരു വിഷയമായിട്ടല്ല ഇത്തരം സാമൂഹികമായ ഇടപെടലുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. മറിച്ച് സമൂഹം എത്രത്തോളം അത്തരം തിന്മകളിൽ ആണ്ടുപോകുന്നുവോ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അരുതെന്ന് പറയുവാനും അതുപോലെ തന്നെ ആ അനീതിയെ ചൂണ്ടിക്കാണിക്കുവാനും തന്നെയാണ് സോളിഡാരിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഹിന്ദുത്വ ഫാഷിസം നിറഞ്ഞാടുന്ന സമയത്ത് ഹിന്ദുത്വ ഫാഷിസത്തെ കുറിച്ച് വളരെ തുറന്ന് സംസാരിക്കുവാൻ സോളിഡാരിറ്റി തയ്യാറായിട്ടുള്ളത്. പലപ്പോഴും ആൾക്കൂട്ടമെന്നും അതുപോലെ തന്നെ പല പേരുകളിലുമൊക്കെ ഇത്തരം അക്രമങ്ങളെയും അനീതികളെയും അതുപോലെ തന്നെ വംശീയമായ ബോധത്തെയുമൊക്കെ പല രീതിയിൽ ആളുകൾ അഡ്രസ് ചെയ്യുമ്പോൾ ഇത് ഹിന്ദുത്വ വംശീയതയാണ് എന്ന് വളരെ തുറന്ന് സോളിഡാരിറ്റി സമൂഹത്തോട് സംവദിക്കുകയുണ്ടായി. കാരണം അടിസ്ഥാനപരമായ വിഷയം അവിടെയാണ് കിടക്കുന്നത്. ഇത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ നയത്തിന്റെ ഒരു വിഷയമല്ല, മറിച്ച് ഇതിന് കൃത്യമായ പ്രത്യയശാസ്ത്രമുണ്ട് എന്നും ആ പ്രത്യയശാസ്ത്രം എന്തിലാണ് ഊട്ടപ്പെട്ടിട്ടുള്ളത് എന്നും ആ പ്രത്യയശാസ്ത്രത്തെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും സോളിഡാരിറ്റിക്ക്
കൃത്യമായിട്ട് ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം വിഷയങ്ങൾ നിരന്തരമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഒരുപാട് പതിറ്റാണ്ടുകളായി നമുക്കിടയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ആ ഒരു അനീതിക്കെതിരെ, അത്തരമൊരു വിവേചനത്തിനെതിരെ ധാരാളക്കണക്കിന് പ്രതികരണങ്ങൾ ഇവിടെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിലെ സോളിഡാരിറ്റിയുടെ അതിൻ്റെ ഇടപെടലുകളുടെ ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. പിന്നീടുള്ള അതിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും അതിൻ്റെ നിയമവിധികൾ, അതിൻ്റെ കോടതി വിധികൾ വന്ന സമയത്ത് പലരും അതിനോട് നിശബ്ദമായിട്ടാണ് പ്രതികരിച്ചത്. ഇനി എന്തിനാണ് തകർക്കപ്പെട്ടു പോയ ഒരു പള്ളിയെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പലരും പറഞ്ഞു. ഒരു പള്ളി പോയ വിഷയമല്ലേ, നമ്മൾ എന്തിനാണ് അതിൻ്റെ പിന്നാലെ കൂടുന്നത്? 10,000-കണക്കിന് പള്ളികൾ ഈ രാജ്യത്തുണ്ടല്ലോ, ഒന്ന് പോയെങ്കിൽ അത് പോട്ടെ എന്ന് വെച്ചാൽ പോരെ എന്ന രീതിയിലോടൊക്കെ അതിനോട് പ്രതികരിക്കുന്നവർക്ക് മുന്നിൽ സോളിഡാരിറ്റി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇതൊരു പള്ളി തകർക്കപ്പെട്ട വിഷയമല്ല, മറിച്ച് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിൻ്റെ അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, അതൊരു ബാബരിയിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് അതൊരു തുടക്കം മാത്രമായിരിക്കും. ഇനി അങ്ങോട്ട് പല രീതിയിലുള്ള അവകാശവാദങ്ങളിലൂടെ ഇവിടെ തകർക്കപ്പെടാൻ പോകുന്ന ഒരുപാട് പള്ളികൾ ഉണ്ടാകും. അതുകൊണ്ട് നിശബ്ദതയല്ല വേണ്ടത്, നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് ഈ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവിടെ അത്തരത്തിൽ ഈ പറയുന്ന തിന്മകളോട് രാജിയാകുന്നവർ, അതുപോലെ അതിനോട് മൗനം അവലംബിക്കുന്നവരെ, അത് അങ്ങനെയുള്ള മൗനത്തിലൂടെയും രാജിയിലൂടെയും സംഭവിക്കാൻ പോകുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഒരു കീഴ്പ്പെടലായിരിക്കും. മാനസികമായ ഒരു അടിമത്തത്തിലേക്ക് സമൂഹം എത്തിപ്പെടും. അത് ഫറോവയുടെ ചരിത്രത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. മൂസ അലൈഹിസ്സലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഫറോവയുടെ ഏകാധിപത്യത്തിൽ നിന്നും സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ആ സമൂഹത്തെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കാനും ഇറങ്ങിപ്പുറപ്പെടാനും ആ സമൂഹത്തോട് ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ വളരെ കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമാ ആമനലി മൂസ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി, ആ സമൂഹത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെ നിന്നുള്ളൂ. കാരണം എന്താ? അവര് ഫറോവയെ ഭയപ്പെട്ടുകൊണ്ട് ആ ഭയം അവരെ കീഴ്പ്പെടുത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയപ്പെട്ടും പേടിച്ചും പിന്നീട് പ്രതികരിക്കാൻ കഴിയാത്ത വിധത്തിലെ അതിനോടൊക്കെ രാജിയാകുന്ന രീതിയിലെ ഒരു സമൂഹം മാറിയപ്പോൾ പിന്നീട് ഫറോവയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയങ്ങൾ നടപ്പിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു. എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതായത് ഫറോവയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആ നാട്ടിലെ പ്രജകൾ എന്ന് പറയുന്നത് വളരെ നിസ്സാരരായി അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവർ വളരെ നിസ്സാരക്കാരായതുകൊണ്ട് അവരോട് എന്തും നടപ്പാക്കാമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുകയും അങ്ങനെ എന്തൊക്കെ കൽപ്പനകൾ വരുന്നോ അതൊക്കെ സർവാത്മകന സ്വീകരിക്കുന്ന സ്വഭാവത്തിലേക്ക് ആ സമൂഹം പാകപ്പെടുകയും ചെയ്തതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠങ്ങൾ പറയുന്നത് എന്തിനാണ്? നിങ്ങൾ അനീതിക്കെതിരെ രാജിയാകരുത്, അതിനെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെ ബോധമുള്ള, നീതിബോധമുള്ള ഒരു തലമുറയായിട്ട് നിങ്ങൾ നിലകൊള്ളണം. ആ നീതിബോധമുള്ള ഒരു തലമുറയെ ഇവിടെ നിലനിർത്തുന്ന ഒരു പ്രവർത്തനമാണ് സോളിഡാരിറ്റി മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോളിഡാരിറ്റിയെ കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ പരപ്പനങ്ങാടിയിലെ സക്കരിയുടെ ഉമ്മയോട് ചോദിച്ചാൽ മതി. ആ ഉമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഭീകരവാദ ഉത്തരചുരത്തി UAPA പോലെയുള്ള നിയമങ്ങൾ ചാർത്തിയിട്ട് നിരപരാധികളായ ചെറുപ്പക്കാരെ ഈ ഭരണകൂടം ജയിലിലടച്ച സന്ദർഭത്തിലെ അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും, അവരത്തരക്കാരായിരിക്കും എന്നൊക്കെയുള്ള മുൻവിധികൾ വെച്ചുകൊണ്ട് ആ കുടുംബത്തെയും അത്തരം ആളുകളെയും ഒക്കെ ഒറ്റപ്പെടുത്തിയ ഒരു സന്ദർഭത്തിലെ അവരുടെ കൂടെ നിൽക്കാൻ സോളിഡാരിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സോളിഡാരിറ്റി മൂവ്മെന്റ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞു എന്താണ് UAPA എന്ന് ഈ സമൂഹത്തിന് മുന്നിൽ പറയുകയുണ്ടായി. ആ UAPA എന്ന് പറയുന്ന നിയമത്തിലൂടെ ഇവിടുത്തെ രാജ്യം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നും ഭരണകൂടം ആരെയാണ് ലക്ഷ്യമാക്കുന്നത് എന്നുമൊക്കെ വളരെ കൃത്യമായ സാമൂഹിക ബോധങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ പകർന്നു നൽകുക മാത്രമല്ല ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും അർപ്പിക്കുകയും ചെയ്തു.
ഇന്നും അവർ പറയും അന്നും സോളിഡാരിറ്റിയാണ് കൂടെ ഉണ്ടായിരുന്നത്, ഇന്നും സോളിഡാരിറ്റി തന്നെയാണ് ഉള്ളത് എന്ന് ആ ഉമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോളിഡാരിറ്റിയെ കുറിച്ച് അറിയണമെങ്കിൽ ഇങ്ങനെ കുറെ ഉമ്മമാരോടും മക്കളോടും അതുപോലെ തന്നെ ഭാര്യമാരോടും ചോദിച്ചാൽ മതി. ഇങ്ങനെ UAPA ചുമത്തപ്പെട്ടുകൊണ്ട് ജയിലിലടക്കപ്പെട്ട നിരപരാധികളായ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരെ, ആ മുസ്ലിം ചെറുപ്പക്കാരെ വർഷങ്ങളായിട്ട് ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ജയിലിലടക്കപ്പെട്ടതോടുകൂടി അവരുടെ കുടുംബം ബഹിഷ്കരിക്കപ്പെട്ടു. ആ ബഹിഷ്കരിക്കപ്പെടുക മാത്രമല്ല, അവരൊറ്റപ്പെടുകയും ചെയ്തു. ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്ന വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്താണ് സോളിഡാരിറ്റി അവരുടെ മുന്നിലേക്ക് എത്തുന്നത്, ആ കുടുംബത്തെ ഏറ്റെടുക്കുന്നത്, അവരുടെ മക്കളെ ഏറ്റെടുക്കുന്നത്, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അവരുടെ നിയമ പോരാട്ടത്തോടൊപ്പം നിലകൊള്ളുന്നത്, അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ വീടുകളിലേക്ക് എത്തുന്ന പലതരത്തിലുള്ള സഹായ കൈകളായിട്ട് സോളിഡാരിറ്റി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു പ്രസ്ഥാനം. സോളിഡാരിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സേവന കേന്ദ്രത്തിലേക്ക് പോയാൽ മതി. അവിടെ വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് രോഗികള്, നിർധരരായ രോഗികള്, പ്രയാസപ്പെടുന്ന ആളുകളെ അവരുടെ ഭക്ഷണമായി, അവർക്ക് മരുന്നായി, അവർക്ക് മറ്റു പല ചികിത്സാ സഹായങ്ങളായിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സേവന പ്രവർത്തനങ്ങളുമായിട്ട് സേവന കേന്ദ്രയിലൂടെ സോളിഡാരിറ്റി നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പുതിയ സംസ്കാരത്തെ, ആ സംസ്കാരത്തിന്റെ തുടർച്ചകളെയാണ് സോളിഡാരിറ്റി സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. സോളിഡാരിറ്റിയെ കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിങ്ങൾ പോയി നോക്കിയാൽ മതി. വളരെ റിമോട്ടായിട്ടുള്ളൊരു വില്ലേജ് ആയിരുന്നു അച്ചൻകോവിൽ എന്ന് പറയുന്നത്. അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടുംബങ്ങൾക്ക് അവിടെ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. അവിടെ അവരുടെ ഇസ്ലാമികമായ രീതിയിലുള്ള ഒരു ചിട്ടവട്ടങ്ങളും ഒരു സാമൂഹികമായ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു സൗകര്യവുമില്ലാത്ത ഒരു സ്ഥലം. ആ സ്ഥലം സോളിഡാരിറ്റി ഏറ്റെടുക്കുകയുണ്ടായി. ആ പ്രദേശത്ത് സോളിഡാരിറ്റി പള്ളി നിർമ്മിച്ചു നൽകി. ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടന്നു. അതിൻ്റെ ഫലമായിട്ട് ആ പള്ളിയുടെ പരിസരം മൊത്തത്തിൽ മാറാൻ തുടങ്ങി. ആളുകൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായി. അവിടുത്തെ കുട്ടികൾക്ക് ദീനി പഠനത്തിനുള്ള മദ്രസയുടെ അന്തരീക്ഷങ്ങൾ ഉണ്ടായി. അവിടുത്തെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായി. അവിടെയുള്ള ആളുകൾ മരണപ്പെട്ടാൽ ഖബറടക്കാൻ ഒരു ഭൂമി പോലും ഉണ്ടായിരുന്നില്ല. കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് അപ്പുറത്ത് തമിഴ്നാട് പോയിട്ട് അവിടെയുള്ള ഏതോ മഹലിൽ ഖബറടക്കിയിരുന്ന ആളുകൾക്ക് സോളിഡാരിറ്റി അവിടെ ഭൂമി വാങ്ങിയിട്ട് അവരിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവരെ അവരുടെ മണ്ണിൽ തന്നെ ഖബറടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ചരിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊരു മോഡലാണ്, അതൊരു മാതൃകയാണ്. അങ്ങനെയുള്ള മാതൃകകളെ പല ജില്ലകളിലും സോളിഡാരിറ്റി നടപ്പാക്കിയിട്ടുണ്ട്. പല പ്രദേശങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആ പ്രദേശത്ത് വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അവരെ എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും ദീനീപരമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ പതിയെ പതിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന അത്തരം സോഷ്യൽ എംപവർമെന്റ് പദ്ധതികളുമായിട്ട് സോളിഡാരിറ്റിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോളിഡാരിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലെ ഇവിടുത്തെ പല യുവാക്കളായ കച്ചവടക്കാരോടും ചോദിച്ചാൽ മതി. കാരണം കച്ചവടത്തിൻ്റെതായ അതിൻ്റെ മൂല്യങ്ങളെ കുറിച്ച്, അതിൻ്റെ എത്തിക്സിനെ കുറിച്ച്, എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ സാമൂഹിക ബോധത്തോടു കൂടെയുള്ള ഒരു കച്ചവടക്കാരനാവുക എന്നതിനെ കുറിച്ച്, അതിൻ്റെ പുതിയ വഴികളെ കുറിച്ച് സോളിഡാരിറ്റി ഇവിടുത്തെ യുവാക്കളായ ബിസിനസ്സുകാരോട് സംവദിച്ചുകൊണ്ടുള്ള പരിപാടികളും സംവിധാനങ്ങളും സോളിഡാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ബഹുമുഖമായ ഇടപെടലുകളുമായിട്ട് ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കൾക്ക് തീർച്ചയായിട്ടും വലിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളത്തിലെ ഇസ്ലാമോഫോബിയയെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഒരു കാലത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇസ്ലാമോഫോബിയയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളും. കേരളത്തിലൊക്കെ ഇസ്ലാമോഫോബിയ അതൊക്കെയും ലോകത്തെവിടെയോ നടക്കുന്ന സംഭവങ്ങളല്ലേ എന്ന രീതിയിൽ പലപ്പോഴും ഇസ്ലാമോഫോബിയയെ കുറിച്ച് ചോദിച്ചവര് ഇന്നങ്ങനെ ചോദിക്കുകയില്ല. കാരണം എന്താണ് ഇസ്ലാമോഫോബിയ എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ പ്രകടനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നും വളരെ കൃത്യമായിട്ട് ഈ സമൂഹത്തോട് നിരന്തരമായി സോളിഡാരിറ്റി സംവദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ നിലനിൽക്കുന്ന അധികാരത്തിൻ്റെ വ്യവസ്ഥയിൽ, ഇവിടുത്തെ മീഡിയകളിലെ, ഇവിടുത്തെ ലിറ്ററേച്ചറിൽ, അതുപോലെ തന്നെ ഇവിടുത്തെ സാംസ്കാരികമായ
മേഖലകളിലെ ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിലെ ഇങ്ങനെ തുടങ്ങി എല്ലാ ചെറുതും വലുതുമായ ഓരോ മേഖലയിലും എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്നത് എന്നും അതിനൊരു വ്യവസ്ഥാപിതമായ ഒരു രൂപത്തിൽ തന്നെ അതിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നും വളരെ കൃത്യമായിട്ട് ഈ സമൂഹത്തിന് മുന്നിൽ നമ്മൾ പറയുകയുണ്ടായി. അത് എന്തുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ? നമുക്കറിയാലോ, ആളുകൾ പലപ്പോഴും പറയാറുണ്ട് ഇത് മുസ്ലിങ്ങൾ നന്നായാൽ തീരുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നല്ല മനുഷ്യന്മാരാകുമ്പോൾ ഈ പ്രശ്നം തീരും. അങ്ങനെയല്ല, മുസ്ലിങ്ങൾ നന്നാവാത്തതിൻ്റെ ഒരു പ്രശ്നമല്ല ഇത്, മറിച്ച് അടിസ്ഥാനപരമായി ഇസ്ലാമിനോടുള്ള ഒരു വിരോധത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ, ഈ അടിസ്ഥാനപരമായ ആശയങ്ങളോട് തന്നെ എതിർപ്പുള്ളവരാണ് ഇതിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ചരിത്രത്തിൽ എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മളെല്ലാം നല്ല മനുഷ്യന്മാരായിട്ട് മാറിയാൽ നമുക്കെതിരെയുള്ള എല്ലാ ശത്രുതയും അവസാനിക്കുമെങ്കിൽ ഈ ശത്രുത അവസാനിക്കേണ്ടിയിരുന്നത് അമ്പിയാക്കളോടാണല്ലോ. കാരണം ചരിത്രത്തിൽ നിയോഗിക്കപ്പെട്ട അമ്പിയാക്കൾ ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഏറ്റവും നല്ല മനുഷ്യരായിരുന്നു, ഏറ്റവും മൂല്യമുള്ള ആളുകളായിരുന്നു. അങ്ങനെ ഏറ്റവും മൂല്യം ഇസ്ലാം വിരുദ്ധതയുടെ അടിസ്ഥാനങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളോട് തന്നെയാണ് അവർക്കുള്ള വിരോധത്തിൻ്റെ കാരണമാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാവുക. കാരണം ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകാധിപതികളും സ്വേച്ഛാധിപതികളുമായ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഈ ഏകാധിപതികളും സ്വേച്ഛാധിപതികളുമൊക്കെ ചിന്തിക്കുന്നത് ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കീഴിലുള്ളവരൊക്കെയും തങ്ങളുടെ അടിമകളാണ്. ഈ ഭൂമിയും അതുപോലെ തന്നെ അതിലുള്ള മനുഷ്യരുമൊക്കെ തങ്ങളുടെ കാൽച്ചുവട്ടിലാണ്. ഇങ്ങനെ വിശ്വസിച്ചവരായിരുന്നു ചരിത്രത്തിലെ ഏകാധിപതികളായ ആളുകൾ. ഫറോവയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അന റബ്ബുകുമുൽ അഅ്ലാ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ്, ഈ നൈൽ നദി അടക്കം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കാൽക്കീഴിലൂടെയാണ്. ഈ പറയുന്ന ബോധമുള്ള ഫറോവയെയും നമ്രൂദിനെയും പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശമായ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ഒരു ആധിപത്യമുള്ളവനുമില്ല എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും അതിൻ്റെ കീഴിലാണെന്നുള്ളതാണ്. അങ്ങനെയുള്ള എല്ലാ മനുഷ്യരും ആ ദൈവത്തിൻ്റെ കീഴിൽ വരുന്ന അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ വിയോജിപ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആശയത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഏകാധിപതികളും സ്വേച്ഛാധിപതികളുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമിനോട് വിരോധമുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കാരണം അവരുടെ ഏകാധിപത്യത്തെയും സ്വേച്ഛാധിപത്യത്തെയും അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു ആദർശമാണ് ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ളത്. ചരിത്രത്തിലെ വംശീയ ബോധമുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ വംശമാണ്, ജാതിയാണ്, ഭാഷയാണ്, ദേശമാണ്, വർണ്ണമാണ് ഏറ്റവും മികച്ചത്, മറ്റുള്ളവരൊക്കെ തങ്ങളുടെ കീഴിലാണ് എന്ന് വിചാരിച്ചിരുന്ന വംശീയവാദികളായ ആളുകൾ ചരിത്രത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമിനെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ? ഇസ്ലാം പറയുന്നത് കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, എല്ലാ മനുഷ്യരും ആദമിന്റെ മക്കളാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അബിയല്ല അലാ അസ്വദ, അറബിക്ക് അറബിയല്ലാത്ത ആളെക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള, എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഈ മാനവികമായ കാഴ്ചപ്പാടിനെ അംഗീകരിക്കാൻ വംശീയവാദികൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ചരിത്രത്തിലെ വിശ്വാസികൾക്കെതിരെയായിട്ട് മലവുകൾ എഴുന്നേറ്റ് നിന്നതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം ഈ മലവുകൾ എന്ന് പറയുന്നത്, ഈ പ്രമാണികൾ എന്ന് പറയുന്നത് ഈ വംശീയമായ ബോധം പേറിയ ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പ്രവാചകനാണ് എന്നും അദ്ദേഹം പറയുന്നത് വേദവാക്യങ്ങളാണ് എന്നും വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്നും അറിയാത്തവരായിരുന്നില്ല മക്കയിലെ നിഷേധികളായ ആളുകൾ. അവർക്കറിയാമായിരുന്നു ഇത് ദൈവികമായ വചനങ്ങൾ തന്നെയാണ് എന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവരിത് സ്വീകരിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ വംശീയ ബോധമാണ്. കാരണം അവരെങ്ങാനും ഇസ്ലാമിലേക്ക് കടന്നു വന്നാലേ അതുവരെ അവർ കൊണ്ടു നടന്നിരുന്ന ചില ആഢ്യബോധങ്ങൾ ഉണ്ടായിരുന്നു. അവരടിമകളായിട്ട് പിടിച്ചു കൊണ്ടുവന്ന്
മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാതിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ അവരും ഞങ്ങളും തുല്യരാണെന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കടന്നു വരാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇസ്ലാമിനെതിരെ നിന്നത്. എന്തുകൊണ്ടാണ് യൂറോപ്പ് ഇസ്ലാം വിരുദ്ധത ഉണ്ടാവുന്നത്? അതിൻ്റെ കാരണം യൂറോപ്പിന്റെ അടിസ്ഥാന ബോധമെന്ന് പറയുന്നത് വെള്ളവംശീയ ബോധമാണ്. ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതരായ വിഭാഗം എന്നത് വെള്ളക്കാരായ യൂറോപ്പുകാരാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് കറുത്തവരും തവിട്ട് നിറക്കാരുമൊന്നും പൂർണ്ണ മനുഷ്യരല്ല എന്ന ഒരു ബോധത്തിൽ നിന്നാണ് അധിനിവേശങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം അധിനിവേശങ്ങളെ ചെറുത്തു നിന്നിട്ടുണ്ട് ഇസ്ലാമിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ഇവിടെ വളരുകയാണ് എങ്കിൽ അതവരുടെ ഈ വംശീയ ബോധത്തെ തകർത്ത് കളയും എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇസ്ലാമിനെതിരായിട്ട് അവർ നിലകൊള്ളുന്നത്. ഇന്ത്യയിൽ സംഘപരിവാർ എന്തുകൊണ്ട് മുസ്ലിം വിരുദ്ധരാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയപരമായ കാരണമാണ്, മറ്റൊന്ന് പ്രത്യയശാസ്ത്രപരമായ കാരണമാണ്. രാഷ്ട്രീയപരമായ കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോഴും ഒരു ജനാധിപത്യ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ. ഇവിടെ അധികാരമെന്ന് പറയുന്നത് വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വോട്ട് ബാങ്ക് തീരുമാനിക്കുന്നതാകട്ടെ മതവും ജാതിയുമൊക്കെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ മതക്കാരെ ഒരുമിച്ച് നിർത്തിയാൽ അധികാരത്തിൽ എന്നും തുടരാമെന്ന് പറയുന്ന ലളിതമായ ഒരു സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവരുടെ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ ഏകീകരിക്കാൻ കഴിയില്ല. കാരണം ആ വേദങ്ങൾ തന്നെ ഈ പറയുന്ന പലതരത്തിലുള്ള വംശീയമായ ബോധങ്ങളെ, പലതരത്തിലുള്ള അത്തരം ജാതീയതയെ ഒക്കെ കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് അവരെ ഏകീകരിക്കാൻ കഴിയില്ല. പിന്നെ ഏകീകരിക്കാൻ കഴിയുന്നത് ഒരു ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു ശത്രുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ ശത്രു ഇതാ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. അവർ നിങ്ങളുടെ മക്കളെ പ്രണയിച്ചുകൊണ്ട് മതം മാറ്റിയിട്ട് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ക്യാമ്പസിൽ പോകുന്ന മക്കൾക്ക് മയക്കുമരുന്ന് നൽകി നാർക്കോട്ടിക് ജിഹാദ് നടത്തും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നിങ്ങളുടെ മക്കളെ ഞങ്ങൾ സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം വിരുദ്ധത ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ ഇവിടെ നിലനിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. കേവലമായ ഒരു രാഷ്ട്രീയപരമായ ഒരു മാറ്റം കൊണ്ട് ഇവിടെ ഈ പറയുന്ന ബോധങ്ങൾ ഇല്ലാതായി മാറുകയില്ല. മറിച്ച് ഈ ബോധങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന അത്തരം ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി ആയാലും സോളിഡാരിറ്റി മൂവ്മെന്റ് ആയാലും ഈ സമൂഹത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതൊരു തുറന്ന പുസ്തകമായിട്ട് ഈ സമൂഹത്തിന് മുന്നിലുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ സുതാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ ചാപ്പകൾ കുത്തിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെയും സോളിഡാരിറ്റിയെയും കുറിച്ചൊക്കെ ഇവിടുത്തെ പൊതുബോധങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക, നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക അവിടെ സ്വരാജിനെതിരെ മത്സരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് ചർച്ചകളുടെയൊക്കെ പോക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഖാവ് പിണറായി വിജയൻ എന്ന് പറയുകയുണ്ടായി, ജമാഅത്തെ ഇസ്ലാമിയെ ജനങ്ങളൊക്കെ മാറ്റി നിർത്തുന്ന പാർട്ടിയാണ്, അവരത്തരം സ്വഭാവക്കാരാണ് എന്നൊക്കെയാണ് സഖാവ് പിണറായി വിജയന് ഇന്ന് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ആരാ സഖാവ് പിണറായി വിജയന്? ടി.പി. ചന്ദ്രശേഖരനെയും മരിയിൽ ശുക്കൂറിനെയും പോലെയുള്ളവരെ വരെ പരസ്യമായിട്ട് ബോംബെറിഞ്ഞും വടിവാളുകൊണ്ടും കുത്തിക്കൊലപ്പെടുത്തിയും വെട്ടിക്കൊലപ്പെടുത്തിയും ചെയ്തവര്, ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള കലാപങ്ങളും സൃഷ്ടിച്ച ആളുകള്, ഒരുപാട് സംഘർഷങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയവര്, അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ നേതാവാണ് ഈ രാജ്യത്ത് ജനാധിപത്യപരമായി സർഗാത്മകമായി രചനാത്മകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മുദ്ര ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഈ പറയുന്ന സോളിഡാരിറ്റിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ മുൻനിർത്തിയിട്ട് ഇസ്ലാമിനെ തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർ, മനുഷ്യാവകാശ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർ, ഇവിടുത്തെ വ്യവസ്ഥിതിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ മുസ്ലിങ്ങളാണ് എങ്കിൽ അവർ തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന് പറയുന്ന അത്തരം ജൽപ്പനങ്ങളിലൂടെ
അവർ സ്ഥാപിച്ചെടുക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഒരു ഇസ്ലാമോഫോബിയയെ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ജമാഅത്തിനോടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിനോടുള്ള വിമർശനങ്ങളുടെയും വിയോജിപ്പിൻ്റെയും അടിസ്ഥാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അടിസ്ഥാനപരമായിട്ട് തന്നെ മാർക്സിസത്തിനോട് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മൂവ്മെന്റുകളുടെ സാമൂഹിക ഇടപെടലുകളെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം മാർക്സിസത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെ സാമൂഹിക മാറ്റത്തിന്റെ ചാലക ശക്തിയാകേണ്ടത് ഭൗതികമായ കാരണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് മാത്രമേ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാവൂ എന്നുള്ളതാണ്. ആത്മീയമായ കാര്യങ്ങൾ, വിശ്വാസങ്ങൾ, അത്തരം ഘടകങ്ങളൊന്നും ഒരു സാമൂഹിക മാറ്റത്തെ സഹായിക്കുകയില്ല എന്നതാണ് അവരുടെ അടിസ്ഥാനം. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിൻ്റെ ആശയത്തിലൂന്നിയ സാമൂഹിക മാറ്റത്തിൻ്റെ അത്തരം സന്ദേശങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ ഈ പറയുന്ന ഭൗതികപരമായ കാഴ്ചപ്പാടിന് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ സാമൂഹികപരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും മുദ്ര ചുമത്തുന്നത്. എന്നാൽ ഇടതുപക്ഷത്തെ നമ്മൾ മാറ്റിവെച്ചാൽ മുസ്ലിം സമൂഹത്തിലെ തന്നെ ചില സംഘടനകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സോളിഡാരിറ്റിയെയും ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, അവരുടെ പ്രചരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേവലമായ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ഇസ്ലാമിനെ തന്നെയാണ് പൈശാചികവൽക്കരിക്കുന്നത്. കാരണം ഇസ്ലാമിൻ്റെ സാമൂഹികമായ കാഴ്ചപ്പാടുകളെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഈ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുകയാണ് അത്തരം പ്രവർത്തനങ്ങളിലൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിലെ ഭീകരവാദത്തെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചുമൊക്കെ നിലനിൽക്കുന്ന ചില പൊതുബോധങ്ങളെയും ആഖ്യാനങ്ങളെയും ഏറ്റെടുക്കുന്ന സ്വഭാവത്തിലാണ് അവരുടെ പ്രചരണങ്ങൾ ഉള്ളത്. തീർച്ചയായിട്ടും അവരൊറ്റുകൊടുക്കുന്നത് ഈ സമുദായത്തെയും ദീനിനെയുമാണ് എന്ന് തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരെ മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് എങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോടും സോളിഡാരിറ്റിയോടുമൊക്കെ അവർക്ക് വിയോജിക്കാം, അവർക്ക് സംവാദങ്ങളാകാം. പക്ഷേ ഇത്തരത്തിലുള്ള ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങളുടെ മെഗാഫോണുകളായിട്ട് അവർ മാറുന്നത് വളരെ നിരാശാജനകവും അതുപോലെ തന്നെ വളരെ ദയനീയവുമാണ് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാമൂഹികമായ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. അതിൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകും. ആ പ്രചരണങ്ങളും വിമർശനങ്ങളും ഒന്നും നമ്മളെ ആ അർത്ഥത്തിൽ ഒന്നും ബാധിക്കുകയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ചില ലക്ഷ്യങ്ങളെ മുൻനിർത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ള അതിൻ്റെതായ ആശയങ്ങൾ വളരെ കൃത്യമായി ഈ സമൂഹത്തോട് സംവദിച്ചുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാതയിലെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ അതിൻ്റെ സ്റ്റുഡൻസ് മൂവ്മെൻറ്റും യൂത്ത് മൂവ്മെൻറ്റും ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പയിനിലൂടെയും ഈ സമൂഹത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പൊതുസമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.